ഹായ് നമസ്കാരം, ഏവർക്കും സ്കിൽ ട്രെയിനറുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, ഈ മാസം 18-ാം തീയതിയാണ് നമ്മുടെ 10th ലെവൽ കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസ് എക്സാം വരുന്നത്. 18-ാം തീയതി 2 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്, രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമാണ്. അപ്പോൾ 18-ാം തീയതി എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ ഞാൻ നേരുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടനയിലെ 10 പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഒരു മെഗാ മാരത്തോണാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മെഗാ റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. 2021 മുതൽ 25 വരെയുള്ള മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊരു PSC എക്സാമിനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ഒരു ഭാഗം നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. കാരണം 8 മാർക്കിനാണ് അതിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത്. അതിപ്പോൾ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും 10th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും +2 ലെവലാണെങ്കിലും എല്ലാത്തിനും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 8 മാർക്കിനുള്ള ചോദ്യം കൺഫേം ആണ്, വേറെ മാറ്റമൊന്നുമില്ല. അത്തരത്തിൽ ഈ ഒരു 18-ാം തീയതി നടക്കുന്ന എക്സാമിന് എന്തായിരിക്കും, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഉറപ്പായിട്ടും 8 ചോദ്യം ഉണ്ടായിരിക്കും, കൺഫേമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഏകദേശം കുറച്ച് ഒരു 10-60 ക്വസ്റ്റ്യൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, അത് ലേറ്റ് ആവണ്ട. ഓക്കെ, ഇതിൽ വരുന്നത് ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഉത്തരം കിട്ടിക്കാണും ഇല്ലേ? ഓപ്ഷൻ എ വരുന്നത് എന്താണ്? മൗലിക അവകാശം. ഓപ്ഷൻ ബി ഇന്ത്യയിലെ പ്രദേശങ്ങൾ. ഓപ്ഷൻ സി പൗരത്വം. പിന്നെ ഏതാ? ഓപ്ഷൻ ഡി ഏതാ? നിർദ്ദേശക തത്വം. ഓക്കെ, നിങ്ങൾക്ക് കറൻറ്റ്ലി അറിയാവുന്ന തന്നെയാണ് ഏത്? ഇന്ത്യൻ ഭരണഘടന 3-ാം ഭാഗത്തിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, മൗലിക അവകാശം ഇല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊരു എക്സാമിനും ഈ ഒരു മൗലിക അവകാശം എന്നുള്ള ഭാഗത്ത് നിന്ന് നോക്കാതെ പോകല്ലേ. കൺഫേം ആയിട്ടും 1 മാർക്കിനുള്ള ചോദ്യം ഏതൊരു എക്സാമിനും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഉണ്ടായിരിക്കും, കൺഫേം, വേറെ മാറ്റമൊന്നുമില്ല. മൗലിക അവകാശം നിങ്ങൾക്ക് അറിയാൻ തന്നെയാണ് എന്താണ്, ഈ ഒരു രാജ്യത്തിൻ്റെ എല്ലാ പൗരന്മാർക്കും ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശത്തെയാണ്, അല്ലെങ്കിൽ അവകാശമാണ് എന്ത്, മൗലിക അവകാശം എന്ന് പറയുന്നത് ഇല്ലേ? അതുപോലെ തന്നെ എന്താ, മൗലിക അവകാശം എന്നുള്ള ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അത് അമേരിക്കയാണ്. ചോദിച്ചിട്ടുണ്ട്, ഇനിയും എന്ത് ചെയ്യും, ചോദിക്കും. പിന്നെ എന്താ, നിലവിൽ ഇപ്പോൾ ഇത്ര മൗലിക അവകാശങ്ങളുണ്ട്? നിലവിൽ എന്താ 6 മൗലിക അവകാശമുണ്ട്. ഏതൊക്കെ? സമത്വാവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇങ്ങനെ നിലവിൽ 6 മൗലിക അവകാശമുണ്ട്. തുടക്കത്തിൽ എത്ര അവകാശം ഉണ്ടായിരുന്നു? മൗലിക അവകാശം 7 മൗലിക അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് ചെയ്തു, 7ാമത്തെ മൗലിക അവകാശമായ സ്വത്തവകാശം എന്ത് ചെയ്തു, നീക്കം ചെയ്തു. ഇപ്പോൾ അതെന്താവും, ലീഗൽ റൈറ്റ്സ് ആണ്. പകരം എന്തല്ല, ഒരു മൗലിക അവകാശം എന്ത് ചെയ്യുന്നില്ല, ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കാനുള്ളത്, ഇപ്പോൾ ഇതിൽ ഓപ്ഷൻ സി കിടപ്പുണ്ട്, ഓപ്ഷൻ ബി കിടപ്പുണ്ട്. ഓപ്ഷൻ ഇപ്പോൾ ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഏതാണ്? അത് ഭാഗം 1-ലാണ് വരുന്നത്. ഭാഗം 1 വരുന്നതാണ് ഏത്, ഇന്ത്യയിലെ പ്രദേശങ്ങൾ. പിന്നെ പൗരത്വം ഏതാണ്? പൗരത്വം 2ആണ്. 2-ാം ഭാഗത്തിലാണ് എന്ത് വരുന്നത്, പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ 4 വരുന്നതാണ് ഏത്, DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശക തത്വം എന്ന് പറയുന്നതാണ് ഏത്, നമ്മുടെ ഓപ്ഷൻ ഡി വരുന്നത്. നമുക്ക് ഇവിടെ ഉള്ളത് ഏതാ, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ൽ പ്രതിപാദിക്കുന്നതാണ് ഏത്. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, മൗലിക അവകാശം എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് ഏതാണ്? മൗലിക അവകാശം. നിലവിൽ എത്ര മൗലിക അവകാശമുണ്ട്? 6 മൗലിക അവകാശമുണ്ട്. ഓക്കെ, ഇനി അടുത്ത് 2ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ട ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ട ഭേദഗതി ഏതാണ്? കോമൺ ആണ് 2ാമത്തെ ചോദ്യം. മൗലിക അവകാശങ്ങൾ എന്നാണ്, മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ട ഭരണഘടനയുടെ ഏതൊരു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അല്ലെങ്കിൽ വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? പാർലമെന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ലോക്സഭയും രാജ്യസഭയും നമ്മൾ ചേരുന്നതാണ് എന്ത്, പാർലമെന്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യാം, ഭേദഗതി ചെയ്യാൻ, അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വ്യവസ്ഥ ചെയ്ത ഭേദഗതി എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 21-ാം ഭേദഗതി, ഓപ്ഷൻ ബി 24-ാം ഭേദഗതി, ഓപ്ഷൻ സി 26-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 27. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 24-ാം ഭേദഗതിയാണ്. 24-ാമത്തെ ഭേദഗതിയിലാണ് മൗലിക അവകാശങ്ങൾ എന്താണ് ഉൾപ്പെട്ട ഭരണഘടനയുടെ ഏതു ഭാഗവും എന്ത് ചെയ്യാം, ഭേദഗതി ചെയ്യാം. ആർക്ക്? പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് വ്യവസ്ഥ ചെയ്ത എന്താണ് നമ്മുടെ ഭരണഘടന അമെൻമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, ഇല്ലെങ്കിൽ എന്താ ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത്. എത്രാമത്തെയാണ്? 24-ാമത്തെ ഭേദഗതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് 3-ാമത്തെ ചോദ്യം, സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള മൗലിക അവകാശത്തെ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഏതായിരുന്നു? നമ്മുടെ മൗലിക അവകാശങ്ങൾ
ഇന്ത്യൻ ഭരണഘടന 3-ാമത്തെ ഭാഗത്തിൽ പ്രതിപാദിക്കുന്നതാണ്. അത്തരത്തിൽ ഇവിടെ നമ്മുടെ നിലവിൽ എത്ര 6 മൗലിക അവകാശമുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? 6 മൗലിക അവകാശമുണ്ടെന്ന് നമ്മൾ കറൻലി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 6 മൗലിക അവകാശമുണ്ട്. ഇതിൽ എന്ത് ചെയ്തു? ഇത് നമ്മൾ തുടക്കത്തിൽ എത്ര മൗലിക അവകാശം ഉണ്ടായിരുന്നു? 7 ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്തു? ഒന്നിനെ എടുത്ത് കളഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് 6 മൗലിക അവകാശം കറൻലി ഉള്ളത്. 7-ാമത്തത് ഏതായിരുന്നു? സ്വത്തായിരുന്നു. സ്വത്തവകാശമായിരുന്നു നമ്മുടെ 7-ാമത്തെ എന്താ? സ്വത്തവകാശമായിരുന്നു നമ്മുടെ 7-ാമത്തെ മൗലിക അവകാശം. എന്നാൽ അതിന് എന്ത് ചെയ്യണ്ട? അതിനെ പതുക്കെ എന്ത് ചെയ്തു? മൗലിക അവകാശത്തിൽ നിന്ന് എന്ത് ചെയ്തു? മാറ്റി എന്ത് ചെയ്തു? അത് ലീഗൽ റൈറ്റ്സ് ആക്കി മാറ്റി, ഒരു നിയമ അവകാശമാക്കി മാറ്റി ഭരണഘടനാ ഭേദഗതി ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 44-ാം ഭേദഗതി, ഓപ്ഷൻ ബി 46-ാം ഭേദഗതി, ഓപ്ഷൻ സി 47-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 49-ാമത്തെ ഭേദഗതി. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കോമൺ ആയിട്ടും നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂസിങ് വരുന്നത് 42, 44 ആണ്. പക്ഷേ എന്നാൽ ഇവിടെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് 42 ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടുത്താൻ വേണ്ടി സാധിക്കും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 44-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് നമ്മുടെ സ്വത്തവകാശം എന്ത് ചെയ്തത്? മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റുകയും പകരം എന്താക്കി മാറ്റിയത്? ഒരു നിയമ അവകാശമാക്കി മാറ്റിയത്. നിങ്ങൾ ഈ 44 ഭരണഘടനാ ഭേദഗതി ജസ്റ്റ് നോക്കിയിട്ട് പോകണം. 1978-ലാണ് നമ്മുടെ 44-ാം ഭരണഘടനാ ഭേദഗതി നമ്മുടെ ഭേദഗതി നടത്തിയത്. പിന്നെ 7 മൗലിക അവകാശം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്തുകൊണ്ട് പിന്നെ 6 മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് നമ്മുടെ 44-ാമത്തെ ഭേദഗതി 1978 എന്ന് പറയുന്നത്. പിന്നെ 42-ാം ഭേദഗതിയിൽ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? 5 വർഷത്തിൽ നിന്നും കാലാവധി എത്ര വർഷമാക്കി മാറ്റി? 6 വർഷമാക്കി എന്ത് ചെയ്തു? തിരഞ്ഞെടുപ്പ് കാലാവധി നീട്ടി. എന്നാൽ എന്ത് ചെയ്തു? അതിനെ വീണ്ടും തിരിച്ച് 6 വർഷത്തിൽ നിന്നും 5-ലോട്ട് എന്ത് ചെയ്തു? പുനർനാമകരണം ചെയ്ത ഒരു ഭേദഗതിയും കൂടിയിട്ടാണ് 44-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 44-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് നമ്മുടെ സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുള്ള മൗലിക അവകാശത്തെ എന്ത് ചെയ്തു? നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ നിങ്ങൾ മൗലിക അവകാശം നന്നായിട്ട് നോക്കിയിട്ട് പോകണം. പിന്നെ ഭരണഘടനാ ഭേദഗതികളും കൂടെ എന്ത് ചെയ്യണം? നന്നായിട്ട് നോക്കിയിട്ട് പോകണം. ഓക്കെ, ഇനി 4-ാമത്തെ ചോദ്യം. ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി. ചോദ്യം വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണൂല്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തുന്നതിന് മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവിയാണ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ്. പിന്നെ ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ, ഓപ്ഷൻ ഡി ഉപപ്രധാനമന്ത്രി. ആരാണ്? ഓപ്ഷൻ എ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരമായിട്ടുള്ള അധ്യക്ഷനാണ്. ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമുക്കറിയാം 1949 ഡിസംബർ 6-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഭരണഘടന നിർമ്മാണ സഭ എന്ത് ചെയ്തു? വന്നു. 9-ാം തീയതി ഫസ്റ്റ് സമ്മേളനം നടന്നു. സമ്മേളനം നടന്നപ്പോൾ എന്ത് ചെയ്തു? താൽക്കാലിക അധ്യക്ഷനായിട്ട് ആരെ നിയമിക്കുകയാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ എന്ത് ചെയ്തു? നിയമിച്ചു. എന്നാൽ ഡിസംബർ മാസം തന്നെ എന്ത് ചെയ്തു? ഡിസംബർ മാസം 11-ാം തീയതി എന്ത് ചെയ്തു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ പെർമനന്റ് അധ്യക്ഷനായിട്ട് ആരെ മാറ്റുകയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ത് ചെയ്തു? ആ ഒരു പദവി എന്ത് ചെയ്തു? കൊടുത്തു. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതിന് മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ത് പദവിയാണ് വഹിച്ചിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ പദമായിട്ട് എന്ത് ചെയ്ത് വഹിച്ചിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്കിപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 5-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നതാണ്. ഓപ്ഷൻ എ മൗലിക ചുമതലകൾ, ഓപ്ഷൻ ബി മൗലിക അവകാശം, ഓപ്ഷൻ സി DPSP ഡയറക്ടർ സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വം, പിന്നെ റൂൾ ഓഫ് ലോ, ഡി നിയമവാഴ്ച. ഇതിലേതാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി മൗലിക അവകാശമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കറങ്ങി കയറും. അപ്പോൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന എന്താണ്? മൗലിക അവകാശമാണ്. നമ്മുടെ മൗലിക അവകാശം ഇന്ത്യൻ ഭരണങ്ങളിൽ പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3 ആണ്. ഭാഗം 3 നിലവിൽ 6 മൗലിക അവകാശമുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന? മൗലിക അവകാശത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ മൗലിക അവകാശം എന്നുള്ള ആശയം ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? അത് അമേരിക്കയിൽ നിന്നാണ്. എന്താണ് മൗലിക അവകാശം? നമ്മൾ വീണ്ടും പറഞ്ഞിരുന്നു, ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശത്തെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നതാണ് ഏത്? മൗലിക അവകാശം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത് 6-ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. നമ്മൾ
നേരത്തെ കഴിഞ്ഞ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടന എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ നിർദ്ദേശക തത്വം, ഓപ്ഷൻ ബി മൗലിക ചുമതലകൾ, ഓപ്ഷൻ സി ഭരണഘടനയുടെ ആമുഖം, ഓപ്ഷൻ ഡി മൗലിക അവകാശം. അതും ഏത് തന്നെയാണ്? മൗലിക അവകാശം തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ മൗലിക അവകാശത്തിന്റെ വിശേഷണം നമ്മൾ രണ്ടെണ്ണം തന്നെ ഇപ്പോൾ പഠിച്ചു. ഇത് കാണും ഇന്ത്യൻ ഭരണഘടന മാഗ്ന കാർട്ട നമ്മൾ നോക്കി, ഇന്ത്യൻ ഭരണഘടന ആണിക്കല്ലു എന്ത് തന്നെയാണ്? മൗലിക അവകാശം തന്നെയാണ്. മൗലിക അവകാശം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഏത് തന്നെയാണ്? മൗലിക അവകാശം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന നമ്മുടെ മൗലിക അവകാശം നിങ്ങൾ ഒരിക്കലും നോക്കാതെ പോലും ഉറപ്പായിട്ടും 1 അല്ലെങ്കിൽ 2 മാർക്കിനുള്ള ചോദ്യത്തിനുള്ള എന്തായാലും ചോദ്യം ഉറപ്പായിട്ടും ഏതൊരു എക്സാമിനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മൗലിക അവകാശം ഒരു കാരണവശാലും നോക്കാതെ പോലെ നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഏതാണ്ടാ? മൗലിക അവകാശമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് 7ാമത്തെ ചോദ്യമാണ്. സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടന അനുസരിച്ച് ഡാഷ് ആണ്. സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടന അനുസരിച്ച് ഡാഷ് ആണ്. ഓപ്ഷൻ മൗലിക അവകാശം വരുന്നുണ്ട്, ഓപ്ഷൻ ബി മൗലിക സ്വാതന്ത്ര്യങ്ങൾ വരുന്നുണ്ട്, ഓപ്ഷൻ സി എന്താ വരുന്നത്? നിയമം മൂലം എന്താണ്? നിർബന്ധിതമായിട്ടുള്ള കടമ വരുന്നുണ്ട്, ഓപ്ഷൻ ഡി എന്ത് വരുന്നുണ്ട്? ഇതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. സമ്മതിദാന വോട്ടവകാശം വിനിയോഗിക്കൽ എന്താണ് ഈ സമ്മതിദാന അവകാശം എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ സമ്മതിദാന അവകാശം അല്ലെങ്കിൽ വോട്ടവകാശവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 326 ആണല്ലേ. സമ്മതിദാന വോട്ടവകാശവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 326 ആണ്. ഈ സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടന അനുസരിച്ച് ഒരു മൗലിക അവകാശമാണോ, ഒരു മൗലിക സ്വാതന്ത്ര്യമാണോ, ഒരു നിയമം മൂലം നിർബന്ധമായിട്ടുള്ള ഒരു കടമയാണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലയോ? ഇതാണ് ഓപ്ഷൻ. ഏതാണ്? ഓപ്ഷൻ ഡി തന്നെയാണ്. എന്നല്ല, സമ്മതിദാന അവകാശം താഴെ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല, ഒരു മൗലിക അവകാശവുമല്ല, ഒരു മൗലിക സ്വാതന്ത്ര്യവുമല്ല, പിന്നെന്താ? നിയമം മൂലം നിർബന്ധിതമായിട്ടുള്ള ഒരു കടമയായിട്ട് ചെയ്യാവുന്നതല്ല എന്ത്? സമ്മതിദാന വോട്ടവകാശം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കറലി നോക്കുമ്പോൾ എന്താണ് സമ്മതിദാന അവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ലീഗൽ റൈറ്റ്സ് ആണ്, ഒരു നിയമപരമായിട്ടുള്ള ഒരു അവകാശമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്മതിദാന അവകാശത്തെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ്? ഭരണഘടനാപരമായിട്ടുള്ള അവകാശമായിട്ട് നമുക്ക് എന്തെടുക്കാം? ഈ ഒരു സമ്മതിദാന അവകാശത്തെ എടുക്കാം. അപ്പോൾ സമ്മതിദാന വോട്ടവകാശം ആർട്ടിക്കിൾ 326, സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടന അനുസരിച്ച് ഒരേ സമയം എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എന്താണ്? ഒരു ഭരണഘടന എന്താണ്? ഭരണഘടനാ സമിതി കൂടി അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശവുമാണ്. അതുപോലെ തന്നെ എന്താണ്? ഒരു ലീഗൽ റൈറ്റ്സുമാണ്. എന്താണ്? ഒരു നിയമപരമായിട്ടുള്ള അവകാശവും കൂടിയിട്ടാണ് നമ്മുടെ സമ്മതിദാന അവകാശം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ എന്താണ്? ഭരണഘടന അനുസരിച്ച് എന്താണ്? ഒരു ഭരണഘടനാ അവകാശവും കൂടിയാണ്, അതുപോലെ തന്നെ ഒരു നിയമ അവകാശം കൂടിയാണ് നമ്മുടെ സമ്മതിദാന അവകാശം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തതിന് 8ാമത്തെ ചോദ്യം. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്നുള്ളതാണ് 8ാമത്തെ ചോദ്യമാണ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല. കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലായി, വിവേചനം പാടില്ല നമ്മുടെ മൗലിക അവകാശത്തിൽ വരുന്നതാണ്. ഏതാ? സമത്വത്തിനുള്ള അവകാശത്തിനകത്ത് വരുന്നതാണ്. കാരണം നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ ആർട്ടിക്കിൾ 9, 13, 15, 19 ഇതിൽ നമ്മുടെ സമത്വാവകാശം വരുന്ന ഏതാണ്? 14 മുതൽ 18 വരെയാണ് നമ്മുടെ സമത്വാവകാശം വരുന്നില്ല. സമത്വാവകാശം വരുന്നത് എത്രയാണ്? 14 മുതൽ 18 വരെ എന്താ സമത്വാവകാശം? ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് വരുന്നത്, നമ്മുടെ സമത്വത്തിനുള്ള അവകാശമാണ്, സമത്വാവകാശമാണ്. അതിനകത്ത് വരുന്നതാണ് നമ്മുടെ വിവേചന അധികാരം എന്ന് പറയുന്നത്. ഇതിൽ ഓപ്ഷൻ സി ആണ്, അതായത് നമ്മുടെ ഓപ്ഷൻ സി അനുച്ഛേദം ആർട്ടിക്കിൾ 15 ആണ് വിവേചനത്തിനുള്ള അല്ലെങ്കിൽ വിവേചനത്തിനെതിരെയുള്ള അവകാശമായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. അപ്പോൾ ജാതി, മതം, വർഗം, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 15. വിവേചനത്തിനുള്ള അധികാരമാണ് ഏത്? ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. ഇനി അടുത്ത 9ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നിങ്ങൾ ആദ്യം നോക്കാനുള്ളത്. ചോദ്യം എന്ത് ചെയ്യുക? ഒന്ന് ഇരുത്തി 1-2 വട്ടം വായിക്കുക. ചിലപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ഒന്നെങ്കിൽ എന്ത് വരും? ശരി എന്ന് പറയും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തെറ്റ്. നമ്മൾ ചാടിക്കയറി ശരിയായിരിക്കും എന്ന് പറയും, നമ്മൾ എന്ത് ചെയ്യും? താഴോട്ട് നോക്കുമ്പോൾ ശരിയുള്ളതിനെ എന്ത് ചെയ്യും? നമ്മളങ്ങ് എന്ത് ചെയ്യും? നമ്മൾ ബബിൾ ചെയ്ത് വിടും. പക്ഷേ ഓപ്ഷൻ ചിലപ്പോൾ എന്തായിരിക്കും? മുകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ ഒരു മുകളിലുള്ള ഹെഡ് പോയിന്റ് എന്ത് ചെയ്യുക? പെട്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യാം? നന്നായിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് നമുക്കിവിടെ സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ശരിയായ പ്രസ്താവനയാണ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടെത്തേണ്ടത്.
ഇതിൽ സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ആരാണ്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. രണ്ടാമത്തത് 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. മൂന്നാമത്തത് നിലവിൽ ഭരണഘടനയുടെ 300 വകുപ്പിനകത്താണ് സ്വകാര്യ സ്വത്തവകാശം എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആയോ? ഇത് മൂന്നും എന്താ ശരിയായ പ്രസ്താവനകളാണോ അല്ലേ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അറിയേണ്ടത്. ഓപ്ഷൻ നോക്കാം, 2 മാത്രം. ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം ശരി. സി എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഡി എന്താ? 2ഉം 3ഉം മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ചോദ്യം കണ്ടിട്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. നമ്മളുടെ ഓപ്ഷൻ നോക്കുമ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2ഉം 3ഉം മാത്രമാണ് ശരി വരുന്നത്. 1978 44 ഭരണഘടനാ ഭേദഗതി വരുന്നത്. ഈ ഒരു ഭേദഗതി അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എന്ത് ചെയ്തത്? നീക്കം ചെയ്തത്. അങ്ങനെ നീക്കം ചെയ്ത് നിലവിൽ ഇപ്പോൾ സ്വത്തവകാശം ഇപ്പം എന്താവും? ലീഗൽ റൈറ്റ്സ് ആണ്, നിയമ അവകാശമാണ്. ഏത് ആർട്ടിക്കിളാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 300(a)(ക്കകത്താണ് എന്ത് ചെയ്യുന്നത്? സ്വത്തവകാശത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഈ 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്താ? 2ഉം 3ഉം മാത്രമാണ് എന്ത്? ശരി. ഓക്കെ, അടുത്ത ചോദ്യം, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന് 10ാമത്തെ ചോദ്യമാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നുള്ളതാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്ന്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എന്താ? ഓപ്ഷൻ എ 1947 ഓഗസ്റ്റ് 15-ന്. ഓപ്ഷൻ ബി 1949 നവംബർ 26-ന്. ഓപ്ഷൻ സി 1950 ജനുവരി 24-ന്. ഓപ്ഷൻ ഡി 1950 ജനുവരി 26-ന്. ഇതുപോലത്തുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇനിയും ചോദിക്കും. ജനഗണമന ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന എന്നാണ് അംഗീകരിച്ചത് എന്നുള്ളതാണ്. ഓപ്ഷൻ നമുക്ക് നോക്കുമ്പോൾ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. 1950 ജനുവരി മാസം 24 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് 2 ദിവസം മുൻപാണ് എന്ത് ചെയ്തത്? ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന എന്ത് ചെയ്തത്? അംഗീകരിച്ചത്. ക്ലിയർ ആയല്ലോ? നോക്കിയിട്ട് പോകണം. 1950 ജനുവരി മാസം 24-നാണ് എന്ത് ചെയ്തത്? ഇന്ത്യയുടെ ദേശീയ ഗാനമായിരുന്ന എന്താ ജനഗണമന എന്ത് ചെയ്തത്? ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് എന്ത് ചെയ്തത്? അംഗീകരിച്ചത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് 11ാമത്തെ ചോദ്യമാണ്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം. ഓക്കെ, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള അല്ലെങ്കിൽ ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് മൗലിക കടമയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2022 84 ഭരണഘടനാ ഭേദഗതി, 2002 86 ഭരണഘടനാ ഭേദഗതി, 2003 87 ഭരണഘടനാ ഭേദഗതി, 2004 89 ഭരണഘടനാ ഭേദഗതി. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയാണ്. 2002 84 ഇല്ല. നമുക്ക് അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഓപ്ഷൻ നമുക്ക് കളയാൻ വേണ്ടി പറ്റൂലേ? അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സുകൾക്ക് ഇടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണം. ആ ഒരു സൗകര്യം ഒരുക്കേണ്ടത് ആരുടെ കടമയാണ്? രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് മൗലിക നമ്മുടെ കടമയിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് ഇത്. 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഇനി അടുത്ത് 12ാമത്തെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005-ന്റെ വിവരാവകാശ നിയമം 12ാമത്തെ ചോദ്യമാണ്. വിവരാവകാശ നിയമം 2005-ന്റെ 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? വിവരാവകാശ നിയമം 2005-ന്റെ 2019 ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകളാണ്. നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കാം. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. മറ്റൊന്ന്, കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ ഏതാണോ ആദ്യം വരുന്നത് അതാണ്. മൂന്നാമത്തത്, പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെയാണ്
പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് എന്ത് ചെയ്യുന്നത് നിയമിക്കുന്നത്. നാലാമത്തത് വിവരാവകാശ നിയമത്തിന്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പുവരുത്തുക എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ചുമതലകൾ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഉള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവന വേണ്ട, എന്താ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1 3 മാത്രം, ഓപ്ഷൻ ഡി 2 3 4 എന്താ തെറ്റാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ റൈറ്റ് ആൻസർ വരുന്നത് എന്താ? റൈറ്റ് ആൻസർ ബി ആണ്, 2 മാത്രമാണ് തെറ്റ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ വിവരാവകാശ നിയമം എന്താണ് നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12-നാണ്. ശരിയാണ്. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെയാണ് എന്ത് ചെയ്യുന്നത്? വ്യക്തിയെയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിക്കുന്നത്. വിവരാവകാശ കമ്മീഷന്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ എന്താണ് പബ്ലിക് വിവരങ്ങൾ എന്ത് ചെയ്യുക ലഭിക്കുക, ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ചുമതലകളിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കിയിട്ട് പോകുക. നമ്മുടെ വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുക നോക്കുക. 2005 നോക്കുക. നിലവിൽ വന്ന കാലഘട്ടം 2005 ഒക്ടോബർ 12-നാണ്. പിന്നെന്താ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ ഭേദഗതി ചെയ്ത വർഷങ്ങൾ എന്ത് ചെയ്യുക 3-4 വട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ ഭേദഗതി ചെയ്ത വർഷങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്തുള്ളത് 13ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പറയുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 51 ക്ലോസ് ബാർ എക്കകത്ത് എ വകുപ്പിൽ, 51A ക്ലോസ് ബാർ ബി, 51A ക്ലോസ് ബാർ ഇ, 51A ക്ലോസ് ബാർ ജി. ഇതിലേതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ദേശീയ പതാകയെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നതാണ് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് അല്ലേ? ഓപ്ഷൻ എ 51A ക്ലോസ് ബാർ എക്കകത്താണ്. പിന്നെ നിങ്ങൾ ഇതിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകണം. നമ്മുടെ ദേശീയ പതാകയുടെ അംശബന്ധം ചിലപ്പോൾ ചോദിക്കാം. ഓപ്ഷൻസ് ചിലപ്പോൾ തിരിച്ചിടും, കറക്കരുത്. ഓപ്ഷൻ എ തന്നെ ഏതായിരിക്കും? 2:3 ആയിരിക്കും. അതല്ല, നമ്മുടെ ദേശീയ പതാകയുടെ അംശബന്ധം എത്രയാണ്? 3:2 ആണ്. അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ നമ്മുടെ ഈ ഒരു ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടനയിൽ അംഗീകരിച്ചത്, പിന്നെ ഈ ദേശീയ പതാകയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഏതാണ്? ആർട്ടിക്കിൾ 51A ക്ലോസ് ബാർ എക്കകത്താണ്. നമ്മുടെ ദേശീയ പതാകയുടെ അംശബന്ധം എത്രയാണ്? അംശബന്ധം 3:2 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് 14ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വച്ചിട്ടാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വച്ചിട്ടാണ്? ഓപ്ഷൻ നോക്കാം. 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്, ഓപ്ഷൻ ബി 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ട്, ഓപ്ഷൻ സി 1924 ബെൽഗ്രാം സമ്മേളനത്തിൽ വെച്ചിട്ട്, ഓപ്ഷൻ ഡി 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട്. ഏതാണ് റൈറ്റ് ആൻസർ? ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആദ്യമായിട്ട് പൊതുവേദിയിൽ പാടിയത് ഏത് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? ഓപ്ഷൻ എ ആണ്. 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ, ഉറപ്പായിട്ടും ചോദ്യങ്ങൾക്ക് ഉണ്ടാവേ. ഇനി അടുത്ത് 15ാമത്തെ ചോദ്യമാണ്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ്. അവസര സമത്വത്തെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗം. ഇതും നമ്മുടെ മൗലിക അവകാശത്തിനകത്തുള്ള 1ാമത്തെ മൗലിക അവകാശമായിട്ടുള്ള സമത്വാവകാശത്തിൽ വരുന്നതാണ് ഇല്ലേ? സമത്വാവകാശം. ഓപ്ഷൻസ് നോക്കാം. 14, 16-ാം വകുപ്പ്, 18-ാം വകുപ്പ്, 24-ാം വകുപ്പ്. അവസര സമത്വം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അവസര സമത്വം ആർട്ടിക്കിൾ 16-ലാണ്. ആർട്ടിക്കിൾ 16-ലാണ് എന്ത് വരുന്നത്? നമ്മുടെ അവസര സമത്വം വരുന്നത്. നോക്കിയിട്ട് തന്നെ പോകണം. മൗലിക അവകാശത്തിൽ നിന്ന് ഒരിക്കലും നോക്കാതെ പോലെ കൺഫേം ആയിട്ടും ചോദ്യം ഉണ്ടായിരിക്കും. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 16. ആർട്ടിക്കിൾ 16 വകുപ്പിലാണ് അവസര സമത്വത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് 16ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ്. ശരിയല്ല, തെറ്റായ പ്രസ്താവനയാണ്. നമുക്ക് പ്രസ്താവനകൾ വായിക്കാം. 1. സത്യമേവ ജയന്തേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. 2. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. 3. 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. 4. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണവുമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി എന്ത് ചെയ്തിരിക്കുന്നത്? സ്വീകരിച്ചിട്ടുള്ളത്.
ഓപ്ഷൻസ് ഒന്ന് ഇരുത്തി വായിക്കുക. എന്താ നമ്മൾ ആ തെറ്റായ പ്രസ്താവനകൾ മാത്രം നോക്കിയാൽ മതി. ഓപ്ഷൻസ് എ 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം തെറ്റ്, ഓപ്ഷൻ സി 3 മാത്രം തെറ്റ്, ഓപ്ഷൻ ഡി 1ഉം 4ഉം മാത്രം എന്താ തെറ്റ്. നമുക്കിവിടെ തെറ്റായ പ്രസ്താവന മാത്രമാണ് ആവശ്യം. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, മൂന്നാമത്തത് മാത്രമാണ് എന്താ തെറ്റ്. ബാക്കി 3ഉം ശരിയാണ്. ശരിയായിട്ടുള്ള നോക്കിക്കോണം. സത്യമേവ ജയന്തേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ആലേഖനം ചെയ്തിട്ടുണ്ട്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദേശീയ ചിഹ്നത്തിലുണ്ട്. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? സ്വീകരിച്ചിട്ടുള്ളത്. ഇത്രയും എന്ത് ചെയ്യുക? നോക്കിയിട്ട് തന്നെ പോകണം. കൺഫേം ആയിട്ട് ഇതിലേക്കുള്ള ചോദ്യം ഉറപ്പായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിഹ്നങ്ങളും ദേശീയ ഗാനവും ദേശീയ ഗീതം ഒരു മാർക്കിനുള്ള ചോദ്യം ഉണ്ടായിരിക്കും. നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക? നോക്കിയിട്ട് പോകുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 17ാമത്തെ ചോദ്യമാണ്. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവിയത്രി ആരാണ്? 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയത്രി ആരാണ്? ഇതിൽ കവയിത്രി ഇല്ലേ? നമുക്ക് മലയാളം പഠിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. പര്യായ പദമല്ലേ? അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വിപരീത പദമല്ലേ? കവി എന്ന് പറയുന്നത് എന്താണ്? കവയത്രിയാണ്. അല്ലെ, കവിയത്രിയല്ല, കവയിത്രിയാണ്. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയിട്ടുള്ള കവയത്രി ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സാറ ജോസഫ്, ഓപ്ഷൻ ബി KR മീര, ഓപ്ഷൻ സി സുഗതകുമാരി, ഓപ്ഷൻ ഡി ബാലാമണിയമ്മ. എല്ലാ പേരും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? ഇതിൽ വരുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സുഗതകുമാരിയാണ്. സുഗതകുമാരിയാണ് നമ്മുടെ 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ? 2 ചോദ്യം. ഇവിടെ ഒറ്റ ചോദ്യമാണെങ്കിൽ നമുക്ക് 2 ഉത്തരം കിട്ടുന്നുണ്ട്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് 1996 നവംബർ 14 നോക്കുക. പിന്നെ ആദ്യമായിട്ട് എന്താ നിലവിൽ വന്ന ചെയർപേഴ്സൺ ആരാണ്? അത് സുഗതകുമാരിയാണെന്നുള്ളത് കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തുള്ളത് 18ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ്. അനുച്ഛേദം 226, അനുച്ഛേദം 32, അനുച്ഛേദം 40, അനുച്ഛേദം 51 ക്ലോസ് ബാർ എ. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനാണ്. നമുക്കറിയാം മൗലിക അവകാശത്തിനകത്ത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശത്തിനകത്ത് വരുന്നതാണ് ഏതാ? ഈ റിട്ടുകൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 32 വരുന്നത്. നമുക്ക് കറന്റ് 5 റിട്ടുകളുണ്ട്. ഹാബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷോററി, കോ വാറന്റോ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് ഏത്? ഓപ്ഷൻ എ 226. താഴെ ഓപ്ഷൻ ബി കിടക്കുന്ന നിസ്സാരക്കാരനല്ല. അത് ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 32. ഇനി നമുക്കടുത്ത് ഇതും അറിയാം. ഇതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഏതാ? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഏത്? അനുച്ഛേദം 51 ക്ലോസ് ബാർ എ എന്ന് പറയുന്നത് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത് അനുച്ഛേദം 40 വരുന്നത് എന്താണ്? അത് DPSPക്ക് അകത്ത് വരുന്നതാണ്. 36 മുതൽ 51 വരെ ഏതാ വരുന്നത്? DPSP ആണ്, ഡയറക്റ്റ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അനുച്ഛേദം 226 ആണ്. ചിലപ്പോൾ തിരിച്ച് ചോദിക്കാം, സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് ഭരണഘടനാ ഭേദഗതി 32 ആണ്. മാറിപ്പോകരുത്. ഹൈക്കോടതി വരുമ്പോൾ കൂടുതലാണ്, 226 അങ്ങ് വരെ പോകണം. സുപ്രീം കോടതി വരുമ്പോൾ അനുച്ഛേദം തൊട്ടടുത്ത് തന്നെയുണ്ട്. 32 എന്ത് ചെയ്യുന്നുണ്ട്? സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം? റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത 19ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് നിയമത്തിന് മുൻപിലുള്ള സമത്വം? നമ്മളിപ്പോൾ ഈ സമത്വത്തിനെ കുറിച്ചുള്ള ചോദ്യം 3ഓ 4ഓ വട്ടം നമ്മൾ ഈ 19 ചോദ്യത്തിൽ നിന്നും സമത്വത്തിനുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ ഏകദേശം എത്രയാ 3ഓ 4ഓ നമ്മൾ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, നമ്മുടെ മൗലിക അവകാശം ഒന്നും കളയാനില്ല, എല്ലാം എന്ത് ചെയ്യണം? കേസ് ചെയ്ത് പിടിച്ചോണം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് നിയമത്തിന് മുൻപിലുള്ള സമത്വം നൽകുന്നത്? അനുച്ഛേദം 24, അനുച്ഛേദം 14, അനുച്ഛേദം 17, അനുച്ഛേദം 22. കോമൺ ആയിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സമത്വാവകാശമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ലേ ഇതെല്ലാം. അപ്പോൾ എന്തായാലും കറൻലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമത്വാവകാശം 14 മുതൽ എത്ര വരെയാണ്? 18 വരെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഓപ്ഷനും കളയാം, ഈ ഒരു ഓപ്ഷനും കളയാം. പിന്നെ ഇത് 2 മാത്രമേ ഉള്ളൂ ഇല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നേ ഈ ഒരു അനുച്ഛേദം 17 നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോട് കൂടിയിട്ട് ആദ്യമായിട്ട് ഏക ഒരു
അമെൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിക്കിളാണ് ഏത് മഹാത്മാഗാന്ധി കീ ചെയ്യുന്ന മുദ്രാവാക്യത്തോട് കൂടി വന്ന ഏക ആർട്ടിക്കിളാണ് അനുച്ഛേദം 17 എന്ന് പറയുന്നത്. അതുപോലെ അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിളാണ് 17. നല്ല ഫേമസ് ആണ്. അതുകൊണ്ട് ഈ 17 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തായാലും വിടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 14. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് അല്ലെങ്കിൽ തുല്യ സമത്വമാണ് എന്ന് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ എത്രയാണ് അത്? അനുച്ഛേദം 14. അനുച്ഛേദം 14. ഓക്കെ, ഇനി അടുത്ത് 20ാമത്തെ ചോദ്യം. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ടാണ്. നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ റിട്ട് നോക്കിയ റിട്ടായിരുന്നല്ലോ, അതാണ് ഓപ്ഷൻ എ പ്രൊഹിബിഷൻ, ഓപ്ഷൻ ബി സെർഷോററി, ഓപ്ഷൻ സി മാൻഡമസ്, ഓപ്ഷൻ ഡി ഹാബിയസ് കോർപ്പസ്. ഏതാണ്ട്രാ ഇതിൽ? എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും, കാരണം റൈറ്റ് ആൻസർ ഇവിടെ ചെറുതായിട്ട് എന്തുണ്ട് വേറൊരു കളറിലാണ് വന്നിട്ടുണ്ടായില്ലേ. അപ്പോൾ ഓപ്ഷൻ സി മാൻഡമസ് ആണ് സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് എന്ന് പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിതമാകുന്ന റിട്ട് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മാൻഡമസ് ആണ്. ഈ ഒരു റിട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. കറൻലി 5 റിട്ടുകളുണ്ട്. എല്ലാം നോക്കിയിട്ട് വേണം. ഹാബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ് ഉണ്ട്, ഇനി അടുത്തുള്ളത് പ്രൊഹിബിഷൻ ഉണ്ട്, സെർഷോററി ഉണ്ട്, കോവാറന്റ് ഉണ്ട്. ഇവിടെ കറൻലി 4 ഉണ്ട്. ഒന്നും കൂടെ ആകുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ? 5ആവത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോവാ. റിട്ട്, ഈ റിട്ട് എന്നുള്ള ആശയം ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ബ്രിട്ടൻ ആണ്. ബ്രിട്ടനിൽ നിന്ന് എടുത്ത ഒരു ആശയമാണ് ഈ റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് 21ാമത്തെ ചോദ്യമാണ്. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? 21ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ സ്വരൺ സിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി കോത്താരി കമ്മിറ്റി, ഓപ്ഷൻ സി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ ഡി അശോക് മേത്ത കമ്മിറ്റി. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയിലോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകൾ നോക്കിയിട്ട് തന്നെ പോകണം, ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടാവും. ഇനി അടുത്തത് 22ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. അനുച്ഛേദം 51A, ഓപ്ഷൻ ബി അനുച്ഛേദം 21A, ഓപ്ഷൻ സി അനുച്ഛേദം 37A, ഓപ്ഷൻ ഡി അനുച്ഛേദം 243A. കറൻലി ഈ ഒരു അനുച്ഛേദങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൗലിക കടമകൾ ഏതിനകത്ത് വരുന്നു? അനുച്ഛേദം ആർട്ടിക്കിൾ 51A വരുന്നതാണ് മൗലിക കടമകൾ. ഭാഗം വരുമ്പോൾ ഏത് വരും? ഭാഗം 4A വരുന്നതാണ് മൗലിക കടമകൾ. ഭാഗം 4A വരുന്നതാണ്. ഇപ്പോൾ നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? നിലവിൽ 11 മൗലിക കടമകളുണ്ട്. നിലവിൽ എത്ര? 11 മൗലിക കടമകളുണ്ട്. മൗലിക കടമകൾ നിലവിൽ എത്രയുണ്ട്? 11. ഓക്കെ, ക്ലിയർ ആയല്ലോ. തുടക്കത്തിൽ 10 ആയിരുന്നു, പിന്നെ എന്ത് ചെയ്തു? ഒന്നും കൂടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് 23ാമത്തെ ചോദ്യമാണ്. 23ാമത്തെ ചോദ്യം. ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഓപ്ഷൻ ബി ആണ്, ഡിസംബർ 10 ആണ് ലോക മനുഷ്യാവകാശ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10 ആണില്ലേ? ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. നിങ്ങൾ മാക്സിമം ദിനങ്ങളെല്ലാം നോക്കിയിട്ട് വേണം. പിന്നെ ഈ നമ്മുടെ കാലാവസ്ഥ ദിനം, വനദിനം, ജലദിനം, പിന്നെ എന്താ, അങ്ങനെ ഒരുപാട് ദിനങ്ങൾക്കുണ്ടല്ലോ. പിന്നെ അതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളെല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കിയിട്ട് തന്നെ വേണ്ടി പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നമുക്കുള്ള ചോദ്യം എന്തായിരുന്നു? ലോക മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നതെന്നാണ്. അത് ഡിസംബർ 10 ഓക്കെ, ഇനി അടുത്ത് 24ാമത്തെ ചോദ്യമാണ്. 24ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന. 24ാമത്തെ ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് പ്രസ്താവന വായിക്കാം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ആയിരുന്നു. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഒന്ന് നോക്കുമ്പോൾ ഇതിൽ ഏത് പ്രസ്താവനയാണ് ഏതൊക്കെ ശരിയാണ് ഏതൊക്കെ തെറ്റാണെന്നുള്ളത് മനസ്സിലായോ? ഓപ്ഷൻ നോക്കാം. 1, 2, 3, 4 ശരി. ഓപ്ഷൻ ബി 1, 2, 4 ശരി. ഓപ്ഷൻ സി 2, 3, 4 ശരി. ഓപ്ഷൻ ഡി 1, 3, 4 ശരി. എത്രയാണ്ട്രാ ഇതിൻ്റെ ഉത്തരം?
ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. 1, 2, 4 മാത്രമാണ്. 1, 2, 4 മാത്രമാണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ചെയർമാൻ്റെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷം അല്ലെങ്കിൽ എത്ര? 70 വയസ്സാണ്. നമ്മളിവിടെ വർഷം കറക്റ്റ് തന്നെയാണ്, 1993 തന്നെയാണ്. എന്നാൽ മാസം എല്ലാം എന്താണ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഒക്ടോബർ മാസം 12-ാം തീയതി, ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് എന്ത് വന്നത്? ആദ്യ കമ്മീഷൻ നിലവിൽ വന്നത്. ജസ്റ്റ് അത് മാത്രം ഓർത്തിരിക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്കും വർഷങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ കൂടെ കൊടുത്തിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, കറലി നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എല്ലാം വർഷമാണെങ്കിലും മാസമാണെങ്കിലും ഡാറ്റ എല്ലാം കറക്റ്റായി എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിട്ട് പോകുക. കാരണം ഉറപ്പായിട്ട് എന്ത് ചെയ്യും, കൺഫ്യൂസ് ആവുന്ന രീതിക്ക് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമ്മുടെ എന്താണ് ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഓക്കെ, ഇനി അടുത്ത് 25-ാമത്തെ ചോദ്യമാണ്. 25-ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതല്ല? ഉൾപ്പെടുന്നവയാണ്, ഉൾപ്പെടാത്തവയല്ല. ചുവടെ തന്നിരിക്കുന്നവയിൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവയാണ്. ഇതിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത് പ്രസ്താവന നോക്കാം. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്താണ് എന്നിവയെ മുറുകെ പിടിക്കുക, സംരക്ഷിക്കുക. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, പിന്നെ മാനവികത എന്നിവയുടെ വികാസം എന്ത് ചെയ്യുക, പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട മൗലിക കർത്തവ്യങ്ങൾ വരുന്നത്. ഈ ഒരു കർത്തവ്യങ്ങൾ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 3 മാത്രം, ഓപ്ഷൻ സി എന്താ, ഓപ്ഷൻ സി 2, 3 മാത്രം, ഓപ്ഷൻ ഡി എന്താ, ഇവയില്ല. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവയാണ്. ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വരുന്നതാണ്. നമ്മൾ നോക്കിയല്ല, മൗലിക കടമകൾ നിലവിൽ എത്ര? 11 മൗലിക കടമകളുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം, എല്ലാ പൗരന്മാരും എന്ത് ചെയ്യണം, നമ്മൾ ഇത് അംഗീകരിക്കണം. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും എന്ത് ചെയ്യണം, ആദരിക്കുക, അംഗീകരിക്കുക. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും സമഗ്രതയും എന്ത് ചെയ്യുക, കൂട്ടിയുറപ്പിക്കുക, സംരക്ഷിക്കുക. ശാസ്ത്ര വികാസവും മാനവിക പുരോഗതി, മാനവികതയൊക്കെ എന്ത് ചെയ്യുക, വികാസമൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആദരിക്കുക എന്നുള്ളതാണ് ഏത് ഇതിനുള്ള. ഇപ്പോൾ ഇത്രയും എന്താണ് നമ്മുടെ മൗലിക കർത്തവ്യങ്ങളുടെ ശരിയായിട്ടുള്ള എന്താണ് പ്രസ്താവനകളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് 26-ാമത്തെ ചോദ്യമാണ്. ഓക്കെ, 26-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MN വെങ്കടചെല്ലയ്യ, ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, ജസ്റ്റിസ് ES വെങ്കടരാമയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ആദ്യത്തെ ചെയർമാൻ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത് 27-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ ഡി കാനഡ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യ. അപ്പോൾ ആ സമയത്തെ സോവിയറ്റ് യൂണിയനിലാണ് എന്ത് ചെയ്തത്, ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ. നമ്മളിപ്പോൾ മൗലിക അവകാശം നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ കണ്ടു, പിന്നെ മൗലിക കടമകൾ നമ്മൾ കണ്ടു, പിന്നെ ഏതാ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ട കുറച്ച് നിയമങ്ങളും അവകാശങ്ങളും കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൗലിക അവകാശമാണെങ്കിലും മൗലിക കടമകളാണെങ്കിലും എന്ത് ചെയ്യുക, നോക്കാതെ പോകല് കൺഫേം ആയിട്ട് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തു എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, പിന്നെ നിങ്ങൾ മാക്സിമം ഇന്ത്യൻ ഭരണഘടന എല്ലാം രൂപം കൊണ്ടപ്പോൾ എന്താണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കടം കൊണ്ടിട്ടുണ്ട് ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു കടം കൊണ്ട ആശയങ്ങൾ ഏതൊക്കെ രാജ്യത്തു നിന്നാണ് എന്നുള്ളതിൻ്റെ കോമൺ ആയിട്ടൊരു ഫാക്റ്റ് ആയിട്ടുള്ള പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ് ഒന്ന് കണ്ടിരിക്കുക. കാരണം ഇന്ത്യൻ ഭരണഘടന ആശയങ്ങൾ എന്തിട്ടുണ്ട്, കടം കൊണ്ടിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ പ്രിയാമ്പിൾ ആണെങ്കിലും, പിന്നെ FPTP ആണെങ്കിലും, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിലും, ഡയറക്റ്റ് സ്റ്റേറ്റ് പോളിസി ആണെങ്കിലും, ഫെഡറലിസം ആണെങ്കിലും, അങ്ങനെ എല്ലാ ഒരുപാട് ആശയങ്ങൾ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, മിക്ക രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളാണ്. അങ്ങനെ അത്തരത്തിൽ ആ ഒരു കടം കൊണ്ട ആശയങ്ങൾ എന്നുള്ള ഒരു ഹെഡ് ടോപ്പിക്കിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള ക്ലാസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് 28-ാമത്തെ ചോദ്യമാണ്. 28-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 31, ആർട്ടിക്കിൾ 33, ആർട്ടിക്കിൾ 21 ക്ലോസ് ബാർ എ. ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നത്? ഹൃദയവും ആത്മാവും
ഹൃദയവും ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 32 നമ്മളെ റിട്ടുകളല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്. നിങ്ങൾ മാക്സിമം എല്ലാ ആർട്ടിക്കിളും എന്ത് ചെയ്യുക നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ഏത്, ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? കൂട്ടത്തിൽപ്പെടാത്തത് സമത്വത്തിലുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ തുടക്കത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമത്വാവകാശം മൗലികാവകാശത്തിലുണ്ട്, സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം മൗലിക അവകാശം രണ്ടാമത്തതാണ്, മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം മൗലിക അവകാശങ്ങൾക്ക് നാലാമത് വരുന്നതാണ്. സ്വത്തവകാശം എന്ത് ചെയ്തു? നിലവിൽ സ്വത്തവകാശം ഇപ്പോൾ ഒരു മൗലിക അവകാശമല്ല, പകരം എന്താണ്, ഒരു നിയമ അവകാശമാണ്, ഒരു ലീഗൽ റൈറ്റ്സ് ആണ്, നിയമാവകാശമാണ് നമ്മുടെ സ്വത്തവകാശം വരുന്നത്. ഇപ്പോൾ വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 300 ഏത് വരുന്നത്? നമ്മുടെ ഈ ഒരു സ്വത്തവകാശം വരുന്നത് ലീഗൽ റൈറ്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് ഓപ്ഷൻ സി ആണ്, സ്വത്തവകാശമാണ് ഓപ്ഷൻ സി. ഇനി അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? നോക്കി വെച്ചിട്ട് വേണം, ചിലപ്പോൾ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആന, കാള, കുതിര. ഓപ്ഷൻ ആന, പശു, കടുവ, കുതിര. ഓപ്ഷൻ സി ആന, പശു, സിംഹം, കുതിര. ഓപ്ഷൻ ഡി ആന, കാള, സിംഹം, കുതിര. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ആന, കാള, സിംഹം, കുതിര. നമ്മൾ ഇതിനു മുമ്പ് ഒരു 4ാമത്തെ 5ാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ അത് കണ്ടായിരുന്നു. ആന, കാള, സിംഹം, കുതിരയാണ് നമ്മുടെ ദേശീയ മുദ്രയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അടയാളപ്പെടുത്തിയിട്ടുള്ള ചിഹ്നങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാമാണ്? ആന, കാള, സിംഹം, കുതിര. നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് 31ാമത്തെ ചോദ്യമാണ്. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? ഓപ്ഷൻസ് 1947 ജൂലൈ 12, ഓപ്ഷൻ ബി 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ സി 1950 ജനുവരി 26, ഓപ്ഷൻ ഡി 1949 നവംബർ 26. എന്നാണ് ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്? ആ ഓപ്ഷൻ എ ആണ്, 1947 ജൂലൈ 12 ആണ്. 1947 ജൂലൈ 12 തീയതിയാണ് ത്രിവർണ പതാക എന്ത് ചെയ്തത്? ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് എന്ത് ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തത്? അംഗീകരിച്ചത്. നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യമാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. 32ാമത്തെ ചോദ്യമാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്നുള്ളതാണ്. നമ്മുടെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ എ 42, ഓപ്ഷൻ 4, ഓപ്ഷൻ ബി 44, ഓപ്ഷൻ സി 39, ഓപ്ഷൻ ഡി 51. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 42ാം ഭരണഘടനാ ഭേദഗതി വർഷം എന്നാണ്? 1976. ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഉരുക്ക് വരുന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്തെ പ്രധാനമന്ത്രി. ആ സമയത്തെ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആ സമയത്തെ രാഷ്ട്രപതിയായിട്ട് വരുന്നത്. ഇന്ത്യയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. നമ്മുടെ ആമുഖം പോലും ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഒരു തവണ. ആ ഒരു ആമുഖം പോലും ഭേദഗതി വരുത്തിയിട്ടുള്ള ഭേദഗതിയാണ് നമ്മുടെ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാമത്തെ ഭേദഗതി 1976. ഓക്കെ, ഇനി അടുത്ത് 33ാമത്തെ ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാനാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത സമയത്തുള്ളതാണ്. നമ്മുടെ 31ാമത്തെ ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ഏതാണ്? ഇതിലെ ഓപ്ഷനിൽ വരുന്ന ഏതാണ്? രംഗനാഥ മിശ്രയാണ്. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ എന്ന് പറയുന്നത് രംഗനാഥ മിശ്രയാണ്. ഇപ്പം മാറ്റം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത സമയത്ത് ആരായിരുന്നത്? അത് രംഗനാഥ മിശ്രയായിരുന്നു എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്? ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? 24 ജനുവരി 1950, 22 ജൂലൈ 1947, 26 നവംബർ 1949, 27 ഡിസംബർ 1911. 34ാമത്തെ ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ജൂലൈ 22, 1947. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതാണ് 1947 ജൂലൈ മാസം 22-ാം തീയതിയാണ്. നിങ്ങൾ ദേശീയ പതാക, ദേശീയ മുദ്ര, ദേശീയ ഗാനം, ദേശീയ ഗീതം എല്ലാം എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടായിരിക്കും, കൺഫേം ആണ് കേട്ടോ.
അപ്പോൾ ഓക്കെ, ഇനി അടുത്ത് 35-ാമത്തെ ചോദ്യമാണ്. 35-ാമത്തെ ചോദ്യം വന്ദേ മാതരം. വീണ്ടും അതേപോലത്തെ പാറ്റേൺ തന്നെയാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയത് ആര്? എങ്ങനെ, ഏത് ഭാഷയിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയത്? ഏത് ഭാഷയിലാണ്? സംസ്കൃതം, ഹിന്ദി, ബംഗാളി, ഉറുദു. നമുക്കറിയാം ഓപ്ഷൻ സി ആണ്, ബംഗാളിയാണ് വന്ദേ മാതരം എന്ത് ചെയ്ത് ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ വന്ദേ മാതരം ചിട്ടപ്പെടുത്തി ഏത് ഭാഷയിലാണ്ട്രാ? അത് ബംഗാളി ഭാഷയിലാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് 36-ാമത്തെ ചോദ്യം ദേശീയ ചിഹ്നത്തിൽ, അതും ദേശീയ ചിഹ്നം തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യം ജയ ധർമ്മം ജയ, വെളിച്ചമേ നയിച്ചാലും സത്യം വധ ധർമ്മം ചര. ഓപ്ഷൻ ഡി സത്യമേവ ജയന്തേ. നിങ്ങൾക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, സത്യമേവ ജയന്തേ. നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം എന്താണ്? സത്യമേവ ജയന്തയാണ്, സത്യമേവ ജയന്തേ. നിങ്ങൾ ദേശീയ ഗാനം, ദേശീയ ചിഹ്നമെല്ലാം എന്ത് ചെയ്യുക, വർഷങ്ങൾ ഭരണഘടന എന്താണ് അംഗീകരിച്ചതും അത് നിലവിൽ നിന്നെല്ലാം ഉൾപ്പെടെ എന്ത് ചെയ്യുക, വർഷങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് 37-ാമത്തെ ചോദ്യമാണ്. 37-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? കടുവ, ആന, ഗംഗ ഡോൾഫിൻ, മയിൽ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ഏത്? ആന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് 38-ാമത്തെ ചോദ്യമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. 38-ാമത്തെ ചോദ്യം ദേശീയ വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. 2015, 2002, 2005, 2006. കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. 2005 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 2005. 2005 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, പിന്നെന്താ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ. ഇതെല്ലാം എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പോകും. ഇതിൽ നിന്ന് എന്തായാലും ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഒരു ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ, കൺഫേം ആണ്. ഇനി അടുത്ത് 39-ാമത്തെ ചോദ്യമാണ്. 39-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇത് റിപ്പീറ്റിംഗ് ആയിരുന്നു, നമ്മൾ ഇതിനു മുമ്പേ നോക്കിയായിരുന്നു ഈ ഒരു ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 2. ഇതിൽ പാർട്ട് 4A-ക്കകത്താണ് മൗലിക കടമകളെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. പാർട്ട് 3 നമ്മൾ നോക്കിയായിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പാർട്ട് 3. പാർട്ട് 4 ഏതാണ്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ സ്റ്റേറ്റ് പോളിസി, അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വം. പാർട്ട് 2 എന്താണ്? പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇല്ലേ. അപ്പോൾ പാർട്ട് 4A-ക്കകത്താണ് എന്ത് വരുന്നത്? മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലിക കടമകൾ ഏതിലാണ്? ആർട്ടിക്കിൾ 51 ക്ലോസ് ബാർ A-ക്കകത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൗലിക കടമകൾ എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത 40-ാമത്തെ ചോദ്യമാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതി. ഇതും റിപ്പീറ്റിംഗ് ആയിരുന്നു. ക്വസ്റ്റ്യൻ വേറൊരു പാറ്റേണിൽ നമ്മൾ 5-ാമത്തെ 6-ാമത്തെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 368, ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 226. കോമൺ ആയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ്ടാ? ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 226 ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 41-ാമത്തെ ചോദ്യമാണ്. 41 ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? 44-ാമത്, 86-ാമത്, 42-ാമത്, 73-ാമത്. നമ്മൾ ഇതിനു മുമ്പുള്ള 2-ാമത്തെ 3-ാമത്തെ ചോദ്യം നമ്മൾ നോക്കിയായിരുന്നു. 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ഒരു 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത്. ഭരണഘടനയുടെ ആമുഖം തന്നെ ഭേദഗതി ചെയ്തിട്ടുള്ള ഒരേ ഒരു അമെൻമെൻ്റ് ആണ് നമ്മൾ 42-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഇതിനെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് ഭരണഘടനയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി, വർഷം 1976. ഓക്കെ, ഇനി 42-ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കുവാനും സ്ഥിര താമസിക്കാനുള്ള സ്വാതന്ത്ര്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഈ നമ്മുടെ മൗലിക അവകാശങ്ങൾ, 2-ാമത്തെ മൗലിക അവകാശമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തിനകത്ത് ആർട്ടിക്കിൾ 19-നകത്ത് വരുന്നതാണ്. നമുക്ക് നോക്കാം, കൺഫ്യൂസിങ് ആയി പോകും. കാരണം ആർട്ടിക്കിൾ 19 തന്നെയാണ് എല്ലാ ഓപ്ഷനിലും ഉള്ളത്. പക്ഷേ എന്താണ്, ക്ലോസ് ബാറുകൾ മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 19(1) ക്ലോസ് ബാർ ബി, ആർട്ടിക്കിൾ 19(1) ക്ലോസ് ബാർ ഇ, ആർട്ടിക്കിൾ 19(1) ക്ലോസ് ബാർ എഫ്, ആർട്ടിക്കിൾ 19(1) ക്ലോസ് ബാർ ഡി. ഇതിലേതാണ്? ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കുവാനും സ്ഥിരതാമസമാക്കാനുള്ള സ്വാതന്ത്ര്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ നൽകിയിരിക്കുന്നതിൽ ഏതാണ് ആർട്ടിക്കിൾ ബി ആണ്. ആർട്ടിക്കിൾ ബി
ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 19 മുതൽ 19(1) ക്ലോസ് ബാർ ഇക്കകത്താണ് ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് താമസിക്കുവാനും സ്ഥിരതാമസമാക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് അവകാശമാണ്. ഏത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശങ്ങൾ രണ്ടാമത്തെ അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 19(1) ക്ലോസ് ബാർ ഇക്കകത്താണ് എന്ത് ചെയ്യുന്നത് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനിയുടെ 43-ാമത്തെ ചോദ്യമാണ്. 43-ാമത്തെ ചോദ്യം, അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിന്റെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്? 43-ാമത്തെ ചോദ്യമാണ്. അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ നമ്മുടെ താഴെയുള്ള ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസുകൾ ഏതിന്റെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ കേന്ദ്ര സർക്കാർ, ഓപ്ഷൻ ബി സംസ്ഥാന സർക്കാർ, ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. അവശിഷ്ടാധികാരങ്ങൾ ഏത് കയ്യിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്? അത് ഓപ്ഷൻ എ ആണ്, കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് അവശിഷ്ടാധികാരം. നമുക്കുണ്ട്, നമ്മൾ ലിസ്റ്റ് പഠിക്കുമ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, പിന്നെ ഒന്നുണ്ട്, അതാണ് അവശിഷ്ടാധികാരം എന്ന് പറയുന്നത്. അവശിഷ്ടാധികാരത്തിന് ഒന്ന് മാത്രമേ വരുന്നുള്ളൂ, സൈബർ ആക്രമണം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു അവശിഷ്ടാധികാരത്തിന് എന്ത് ചെയ്യുന്നുള്ളൂ പ്രതിപാദിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അവശിഷ്ടാധികാരങ്ങൾ ഏതിലാണ് വരുന്നത്? അത് നമ്മുടെ കേന്ദ്ര സർക്കാരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്താണ് എന്ത് ചെയ്യുന്നത് കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ, ഇനിയായിട്ട് 44-ാമത്തെ ചോദ്യമാണ്. 44-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം ഏത് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്തത് സ്ഥാപിച്ചത്? ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഫെഡറൽ കോടതി വന്നത് ഏത് ആക്ട് പ്രകാരമാണ് എന്നുള്ളതാണ് 44-ാമത്തെ ചോദ്യം. 44-ാമത്തെ ചോദ്യം ഏതാണ്? 1909 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്, 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്, 1947 ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആക്ട്, 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ്. ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ്. 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ് നമ്മുടെ എന്താണ് ഒരു ഫെഡറൽ ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. നമ്മൾ നോക്കിയിട്ടുണ്ട് ഓൾറെഡി. നമ്മളെ ഒരു ഡീപ്പ് ക്ലാസ് നമ്മുടെ ഇപ്പം ഈ സെക്ഷനകത്ത് അവൈലബിൾ ആണ്, നിങ്ങളെല്ലാം നോക്കി പഠിക്കുക. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, പിന്നെ 1935 1750 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എല്ലാം ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിൽ ആദ്യമായ ഒരു ഫെഡറൽ കോടതി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്തത് സ്ഥാപിതമായത്. ഈ ഒരു ആക്ടുകളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് പോകുക. റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, പിന്നെ ചാർട്ടർ ആക്ട്, ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒന്നെങ്കിലും കാണും, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോകാൻ എന്ത് ചെയ്യുക ശ്രമിക്കുക. ഇതിൻ്റെ 45-ാമത്തെ ചോദ്യമാണ്. 1977 നിയമിതനായിട്ടുള്ള അശോക് മെഹ്ത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക. ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ശരിയാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് പ്രസ്താവന നോക്കാം. നിലവിലുള്ള ത്രിതല സംവിധാനത്തിന്റെ പകരം ദ്വിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നു. ഏത്? ഈ ഒരു അശോക് മെഹ്ത്ത. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളുമായി നിലനിർത്തണമെന്നുള്ള കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം കൊണ്ടുവന്നു. ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരിക്കുന്നതിനുള്ള ആദ്യ തലമായിട്ട് ഏത് മാറി? അശോക് മെഹ്ത്ത കമ്മിറ്റി മാറി എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. 1ഉം 2ഉം മാത്രം ശരി, ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം ശരി, ഓപ്ഷൻ സി 1ഉം 2ഉം 4ഉം ശരി, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം 4ഉം ശരി. നമുക്ക് ഏതാണ് റൈറ്റ് ആൻസർ? ഇത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം 4ഉം എന്താണ് ശരിയാണ്. 1ഉം 2ഉം 3ഉം 4ഉം എന്ത് തന്നെയാണ് ശരിയാണ്. നിലവിലുള്ള ത്രിതല സംവിധാനത്തിന്റെ പകരം ദ്വിതല പഞ്ചായത്ത് രാജ് എന്ത് ചെയ്തു? സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അശോക് മെഹ്ത്തയ്ക്ക് കഴിഞ്ഞു. ന്യായ പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രത്യേക സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? സ്ഥാപിച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ജനകീയ മേൽനോട്ടത്തിൽ എന്താണ് വികേന്ദ്രീകരിക്കാനുള്ള ആദ്യ തലമായിട്ട് എന്ത് മാറി? അശോക് മെഹ്ത്ത കമ്മിറ്റി എന്ത് ചെയ്തു? മാറി എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഈ ഒരു അശോക് മെഹ്ത്ത കമ്മിറ്റി, തുംതൻ കമ്മിറ്റി, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയിട്ട് തന്നെ പോകണം. ഉറപ്പായിട്ടും ഒരു ചോദ്യം ചിലപ്പോൾ കാണും. ഓക്കെ, ഇനി അടുത്ത് 46-ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? 46ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? നമുക്ക് ഓപ്ഷൻസ് പോലും നോക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ സി ആണ്, ജ്ഞാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സി ആണ്, ഓപ്ഷൻ സി ആണ്, ജ്ഞാനേഷ് കുമാർ ആണ്. ഓക്കെ, ഇനി 48ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? നമുക്ക് നോക്കാം. മാൻഡാമസ്, ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായിട്ടുള്ള കർത്തവ്യം ചെയ്തപ്പോൾ ശരിയാണ്. കോവാറന്റോ, ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ശരിയാണ്. ഹാബിയസ് കോർപ്പസ്, അനധികൃത തടങ്കലിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്? ഹാബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ തെറ്റ് ഇതിലേതാണ്ടാ? തെറ്റ് സെർഷോറിയാണ്. ഒരു കീഴ്ക്കോടതി അനന്തിരെ അധികാര പരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ
ഓപ്ഷൻ ഡി 3 മാത്രമാണ് എന്ത് തെറ്റ് വരുന്നത്. ബാക്കി പിന്നെ ഈ 5 റിട്ടുകളുണ്ട്. റിട്ടുകളെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഉറപ്പായിട്ടും എന്തായിരിക്കും ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം. റിട്ടിൻ്റെ കോൺസെപ്റ്റ് തരും, ഇല്ലെങ്കിൽ എന്താണ് ഹാപ്പി സോ ഇപ്പോൾ ഒരു ചേരുമ്പടി ചേർക്കുക എന്നുള്ള രീതിക്ക് തരാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, റിട്ടുകളും മൗലിക അവകാശങ്ങളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ഡീപ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെ 49ാമത്തെ ചോദ്യമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി, പി കെ തുങ്കൻ കമ്മിറ്റി, GVK റാവു കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഏതാണ് 49ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം? ഓപ്ഷൻ ബി ആണ്, പി കെ തുങ്കൻ കമ്മിറ്റിയാണ്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, തുങ്കൻ കമ്മിറ്റി, ഇതിൻ്റെ എല്ലാം എന്താണ് ഈ ഒരു കമ്മിറ്റികൾ ഭരണഘടനാപരമായിട്ട് എന്തൊക്കെയാണ് അംഗീകരിച്ചെന്നുള്ള ചിലപ്പോൾ ചോദ്യങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇവിടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഏത്? പി കെ തുങ്കൻ കമ്മിറ്റി. പി കെ തുങ്കൻ കമ്മിറ്റിയാണ് ഇത് നമ്മുടെ തദ്ദേശ സ്വയംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അടുത്ത 50ാമത്തെ ചോദ്യമാണ്. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? 50ാമത്തെ ചോദ്യമാണ്. എത്രയാണ് ആർട്ടിക്കിൾ 19 പ്രകാരം? 5, 6, 10, 12. നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ആർട്ടിക്കിൾ 19 വരുന്നതാണ്. ഇതിനകത്ത് എത്രയാ? 6 അവകാശങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. 6 അവകാശങ്ങളുണ്ട് 19 19 1 ക്ലോസ് ബാർ എ, 19 1 ക്ലോസ് ബാർ ബി, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് 6 വരെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പം സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, പിന്നെ എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, അങ്ങനെ ഇത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, അങ്ങനെ ഇത്തരത്തിലുള്ള 6 സ്വാതന്ത്ര്യങ്ങളാണ് എന്ത് വരുന്നത് ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് 51ാമത്തെ ചോദ്യമാണ്. 51ാമത്തെ ചോദ്യം. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ അയാളുടെ പൗരത്വം നഷ്ടപ്പെടാം? ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്. 3 രീതിക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്ത്യൻ പൗരന് എന്ത് ചെയ്യാം, 3 രീതിക്ക് എന്ത് ചെയ്യാം, പൗരത്വം നഷ്ടപ്പെടാം. എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും? 5 രീതിക്കാണ്. 5 രീതിക്ക് എന്ത് ചെയ്യും, ഒരാളുടെ ഇന്ത്യൻ പൗരത്വത്തെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന 5ഉം നഷ്ടപ്പെടുന്ന എത്രയാണ്? 3 രീതിക്ക് എന്ത് ചെയ്യാം, നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത 52ാമത്തെ ചോദ്യമാണ്. FPTPയുടെ പൂർണ്ണരൂപം. FPTPയുടെ പൂർണ്ണരൂപം എന്താണ്? FPTPയുടെ പൂർണ്ണരൂപം ഓപ്ഷൻ ബി, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. FPTPയുടെ പൂർണ്ണരൂപം എന്താണ്? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റമാണ്. നിങ്ങൾക്കറിയാം FPTP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു മത്സരം, ഒരു തദ്ദേശ സ്വയംഭരണ മത്സരമോ എന്തെങ്കിലും ഒരു വോട്ടവകാശവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മത്സരത്തിൽ ഏറ്റവും ഒരു ഉയർന്ന സ്ഥാനത്തോട്ട് വിജയിക്കുന്ന വ്യക്തിയെ ലളിതമായിട്ട് വിജയമായിട്ട് പ്രഖ്യാപിക്കുന്ന രീതിയാണ് FPTP അല്ലെങ്കിൽ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലും കാലക്രമേണ FPTP എന്ന് പറഞ്ഞ വ്യവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ FPTPയുടെ പൂർണ്ണരൂപം എന്താണ്? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റമാണ്. പിന്നെ ഇതിന് പുറമെ നിങ്ങൾ PR കൂടെ നോക്കിയിട്ട് വേണം പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അതും കൂടെ ചോദിക്കാം. ഇത് രണ്ടും എന്താണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു വോട്ടെണ്ണലിന് ശേഷം ഉള്ള ഒരു വിജയയുടെ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പൂർണ്ണ രീതികളാണ് FPTPയും PR വ്യവസ്ഥയും. ഇന്ത്യയിൽ നിലവിൽ FPTP ആണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. പിന്നെ PR കൂടെ ചിലപ്പോൾ ചോദിക്കാം. PR-ന്റെ പൂർണ്ണരൂപം എന്താണ്? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആനുകാലിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. ഓക്കെ, ഇനി അടുത്ത് 53ാമത്തെ ചോദ്യമാണ്. 53ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ദത്തെടുക്കൽ, തൊഴിലാളി സംഘടന, വനം. ഏതാണ് ഇല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്. വ്യാപാരവും വാണിജ്യവും എന്ത് ചെയ്യുന്നില്ല, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നില്ല. ദത്തെടുക്കലുണ്ട്, തൊഴിലാളി സംഘടനയുണ്ട്, വനമുണ്ട്. വ്യാപാരവും വാണിജ്യവും എന്തല്ല, നമ്മുടെ കൺകറന്റ് ലിസ്റ്റിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ലിസ്റ്റുകളെല്ലാം എന്തായാലും ഉറപ്പായിട്ട് നോക്കിയിട്ട് പോവുക. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം എന്ത് ചെയ്യുക, ഇത് 2, 3 എന്ത് ചെയ്യുക നോക്കിയിട്ട് പോവുക. ഇത് വരുന്ന ഷെഡ്യൂൾ ഏതാണ്? പാർട്സ് വരുന്നത് 7ാം പാർട്ടിനാണ് നമ്മൾ ലിസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എല്ലാം എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. ഇനി അടുത്ത 54ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 337, അനുച്ഛേദം 338A, 338B, 338. ഏതാണ്ടാ നമ്മുടെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ സി ആണ്. അനുച്ഛേദം 338 അകത്താണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി വർഗ കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഇതിനെക്കുറിച്ച് എന്തായാലും ഒരു ആർട്ടിക്കിളെങ്കിലും നിങ്ങൾ നോക്കി വെച്ചിട്ട് പോകണം. പിന്നെ ഇവരുടെ കാലാവധികൾ, പിന്നെ ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്, അതിൻ്റെ പ്രത്യേക അധികാരങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കറൻറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി
നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കോമൺ ആയിട്ട് മൗലിക അവകാശങ്ങൾ, പിന്നെ എന്താണ് ഒരുപാട് കമ്മീഷൻസ്, പിന്നെ എന്താണ് ഒരുപാട് ഭേദഗതികൾ, ഇവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കവറപ്പ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 18-ാം തീയതി എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ല രീതിക്ക് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ നല്ല രീതിക്ക് വരട്ടെ. നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നുണ്ട്.